ഡു വി ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെയിൽസ്? എങ്ങനെ സെയിൽസ് ചെയ്യണം? കസ്റ്റമറോടുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സെയിൽസിലെ പ്രധാനപ്പെട്ട ബേസ്മെന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ്. ബിൽഡിംഗ് ദ ട്രസ്റ്റ് വിത്ത് ദ കസ്റ്റമർ. കസ്റ്റമറായിട്ട് എത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ്സ് ദ ബേസ്മെന്റ് ഓഫ് സെയിൽസ്. ആ ബേസ്മെന്റിലാണ് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കിടക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് സൊല്യൂഷൻ പ്രൊവൈഡർ. വി ആർ എ സൊല്യൂഷൻ പ്രൊവൈഡർ. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണ്. ദാറ്റ്സ് ദ സെക്കൻഡ് ആറ്റിറ്റ്യൂഡ്, സൊല്യൂഷൻ പ്രൊവൈഡർ. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ പ്രൂഫ് ആണ്. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. നിങ്ങളുടെ അടുത്തുള്ള ഇന്ന കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്, he or she is happy. അവരുടെ റിവ്യൂ. So that the trust again built. So social proof is the third point. Fourth point, presentation skill. ഒരു സെയിൽസ്മാന് എത്രത്തോളം ഭംഗിയായിട്ട് പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എത്രത്തോളം കസ്റ്റമർക്ക് മനസ്സിലാവും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം ഒരു കസ്റ്റമർ എടുക്കുന്നത്. സോ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ സ്കിൽ ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഏരിയ. ഫിഫ്ത് പോയിന്റ്, ഫോളോ അപ്പ്. നമ്മൾ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ വരെ കഴിഞ്ഞാലും ഫോളോ അപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അറിയണം. പലപ്പോഴും ഫോളോ അപ്പിന് ശേഷം കസ്റ്റമർ പിന്നെ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജസ് നമ്മുടെ മെസ്സേജസ് കസ്റ്റമർ നോക്കുന്നില്ല. ഇതിന്റെ എല്ലാം കാരണം നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ആർ വി ഇറിറ്റേറ്റിംഗ് ദ കസ്റ്റമർ? തിങ്ക്. കസ്റ്റമർക്ക് പ്രസന്റേഷൻ കൊടുത്തത് ഇന്ന് രാവിലെ ആണെങ്കിൽ ഈവനിങ് തൊട്ടേ ഫോളോ അപ്പ് നമ്മൾ എന്തായി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സെൻഡ് ഹിം ദ മെസ്സേജസ്. കസ്റ്റമർക്ക് നമ്മളുടെ കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അയക്കാം. നമ്മുടെ കമ്പനി എവിടെയാണ്, നമ്മുടെ ഓഫീസ് എവിടെയാണ്, നമ്മുടെ AMC പാറ്റേൺസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം കസ്റ്റമർക്ക് നമുക്ക് മെയിലായിട്ട്. സോ ദ ട്രസ്റ്റ് അഗെയിൻ ബിൽഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് ക്ലോസിംഗ് ദ ഡീൽ. എല്ലാ പോയിന്റ്സും എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കറക്റ്റ് ചെയ്താലും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്ലോസിംഗ് ദ ഡീൽ. ആ പോയിന്റിൽ പലപ്പോഴും സെയിൽസിലുള്ള ഒരു സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം. മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആൻഡ് ട്രാൻസ്പാരന്റ്. എന്താണ് നമ്മുടെ പേയ്മെന്റ് ടേംസ്, എന്താണ് AMC ടേംസ്, എന്താണ്, അതിനെക്കുറിച്ചെല്ലാം വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലയന്റിലേക്ക് കൊടുക്കാൻ പറ്റിയ യു ക്യാൻ ക്ലോസ് ദ ഡീൽ വെരി ഈസി. മേക്ക് ഷുവർ ദർ ഇസ് നോ ഹിഡൻ ചാർജസ്, വി ആർ വെരി ട്രാൻസ്പെറന്റ് പേയ്മെന്റ് ടേംസ് എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ക്ലോസ് ദ ഡീൽ വെരി ഈസി. So hope this video will help you for improving your sales.